ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സാണ്. So first we are discussing about the importance of sterilization process. എന്തിനാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? So first point, to prevent the contamination in sterile products. നമുക്കറിയാം, നമ്മൾ റെഗുലർ ലാബ്സിലാണെങ്കിലും അസെപ്റ്റിക് കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊരു പ്ലേസിലാണെങ്കിലും ലൈക്ക് ഹോസ്പിറ്റൽസ് ആൻഡ് മാനുഫാക്ചറിങ് യൂണിറ്റ്സ് സർട്ടൻ പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റെറൈൽ ആയിരിക്കണം. അപ്പോൾ സ്റ്റെറൈൽ പ്രോഡക്ട്സ്, അതായത് ഓൾറെഡി സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിനെയാണ് നമ്മൾ സ്റ്റെറൈൽ പ്രോഡക്ട്സ് എന്ന് പറയുക. അതിൽ യാതൊരു വക ബാക്ടീരിയ, വൈറസിൻ്റെ ഒന്നും മൈക്രോ ഓർഗാനിസംസിൻ്റെ പ്രസൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം പ്രോഡക്ട്സുകളിലേക്ക് ഫർദർ കണ്ടാമിനേഷൻ നടക്കാതിരിക്കാൻ, അത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യും. അതുപോലെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ ട്രാൻസ്മിഷൻ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതുപോലെ ഫുഡ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സിൻ്റെ ഡീകമ്പോസിഷൻ ആൻഡ് സ്പോയിലേജ് പ്രിവെൻറ്റ് ചെയ്യാൻ, അൺവാണ്ടഡ് ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ കണ്ടാമിനേഷൻ ഇൻ cultures and other microbiology experiments performed in research studies. നമ്മുടെ ലാബുകളിലും റിസർച്ച് യൂണിറ്റ്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ മെത്തേഡുകളിലും നമ്മൾ ഫസ്റ്റ് പ്രയോറായിട്ട് ചെയ്യുന്നത് സ്റ്റെറിലൈസേഷനാണ്. അതുപോലെ മെഡിസിൻസ് ഫീൽഡ് നോക്കുകയാണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ്, എൻസൈംസ്, വൈറ്റമിൻസ്, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ്, അങ്ങനത്തെ എല്ലാത്തിലും നമ്മൾ ഒരു കണ്ടാമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻസ് തുടക്കം മുതൽ എടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റെറിലൈസേഷൻ ഇസ് എ മസ്റ്റ് തിങ്. ആൻഡ് ടു പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഇൻ അസെപ്റ്റിക് ഏരിയാസ്, ഇൻസ്ട്രുമെൻറ്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റെറൈൽ ഡോസേജ് ഫോംസ് ആൻഡ് സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ്. അപ്പോൾ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡോസേജ് ഫോമിൽ എത്രമാത്രം സ്റ്റെറൈലാണെന്ന് കൺഫേം ചെയ്യുന്ന ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ പ്ലേസസ്, അതിന് യൂസ് ചെയ്യുന്ന മീഡിയാസ് എല്ലാം നമ്മൾ ഡീകണ്ടാമിനേഷൻ ചെയ്യണം, എന്നിട്ടാണ് നമ്മളത് ഉപയോഗിക്കുക. അപ്പോൾ ഇത്തരം എല്ലാ പ്രോസസ്സുകളിലും സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് നമ്മൾ ചില ടേംസിൻ്റെ ഡെഫിനീഷൻസ് ആണ് നോക്കുന്നത്. എന്താണ് സ്റ്റെറിലൈസേഷൻ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് ആൻ ആർട്ടിക്കിൾ, സർഫസ് ഓർ മീഡിയം ഇസ് മെയ്ഡ് ഫ്രീ ഓഫ് all microorganisms either in vegetative or spore form. ഒരു മൈക്രോ ഓർഗാനിസം രണ്ട് തരത്തിലാണ് അത് നമുക്ക് കാണാൻ സാധിക്കുക. വെജിറ്റേറ്റീവ്, അതിൻ്റെ ഒരു സെല്ലുലാർ ഫോമിലും, അതുപോലെ സ്പോർ ഫോമിലുമാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ രണ്ട് തരത്തിലും ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെയും നമ്മൾക്ക് നശിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു പ്രോസസ്സ്, അത് ഒരു സർഫസിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ ഒരു മീഡിയത്തിൽ നിന്നോ അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നതും ഒരു പരിധി വരെ ഇതിൻ്റെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിവിങ് സെൽസ്, വെജിറ്റേറ്റീവ് സെൽസിനെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. ചിലപ്പോൾ ചില പ്രോസസ്സുകൾക്ക് സ്പോർസിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അത്തരം കേസിൽ നമുക്ക് 100% സ്റ്റെറൈൽ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് വെജിറ്റേറ്റീവ് സെൽസിനെങ്കിലും നമ്മൾക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്നെങ്കിൽ അതിനെ ഡിസിൻഫെക്ഷൻ എന്നാണ് ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്നത്. അതായത് ഹെൽത്തിന് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ നമ്പർ കുറയ്ക്കുക, അത് തന്നെയാണ്. അതിന് യൂസ് ചെയ്യുന്ന കെമിക്കൽ ഏജൻസിന് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയും. ഡിസിൻഫെക്റ്റൻസ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ലിവിങ് തിങ്സിലാണ്. നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യാനും പ്ലേസസ് ക്ലീൻ ചെയ്യാനും ലബോറട്ടറിയിലെ ബാക്കിയുള്ള എക്യുപ്മെൻറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ക്ലീൻ ചെയ്യാനാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻസ് യൂസ് ചെയ്യാറ്. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് ലിവിങ് തിങ്സിൽ, അതായത് സെൽസ്, ടിഷ്യൂസ്, പേഷ്യൻസിൻ്റെ ബോഡിയിൽ, അങ്ങനെ ലിവിങ് തിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് വിച്ച് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ, അതാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേം അസെപ്സിസ് ആണ്. അപ്പോൾ സെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈക്രോ ഓർഗാനിസം വന്ന് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെപ്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ടേമാണ് അസെപ്സിസ്, എ ടെക്നിക് ബൈ വിച്ച് ദ ഒക്കുറൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇൻ ടു ആൻ അൺഇൻഫെക്റ്റഡ് ടിഷ്യൂ ഇസ് പ്രിവെൻറ്റഡ്. ഇൻഫെക്ഷൻ വരാത്ത ഒരു ടിഷ്യൂവിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അസെപ്സിസ് എന്ന് പറയുന്നത്. ബാക്ടീരിയസിഡൽ ഏജൻസ്, ജെർമിസൈഡ്സ് ഒക്കെ ഉണ്ട്, അതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടേംസ് ആണ്.
അടുത്തത് വൈ വി നീഡ് സ്റ്റെറിലൈസേഷൻ. അതായത് ഒരു മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ദേ ആർ കാപ്പബിൾ ഓഫ് കോസിങ് ഇൻഫെക്ഷൻ ആൻഡ് ആർ കോൺസ്റ്റൻ്റ്ലി പ്രസൻറ്റ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈക്രോ ഓർഗാനിസംസ് ആർ യുബിക്വിറ്റസ് ഇൻ നേച്ചർ, അതായത് ദേ ആർ പ്രസൻറ്റ് എവ്രിവെയർ അറൗണ്ട് അസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ ഡീകണ്ടാമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാതെ തടയുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പല പല അസുഖങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻസിൽ നിന്നും നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? വാട്ട് ടു സ്റ്റെറിലൈസ്? നമ്മൾക്ക് നമ്മളുടെ ബോഡിയുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഏതൊരു ഇൻസ്ട്രുമെൻറ്റും നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റെറിലൈസ് ചെയ്ത ശേഷം മാത്രമാണ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന മെഡിസിൻസ് ആയാലും ഫുഡ് പ്രോഡക്ട്സ് ആയാലും കൺസ്യൂം ചെയ്യുന്ന ഏതൊരു മെറ്റീരിയലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത ശേഷം വേണം അത് ഉപയോഗിക്കാൻ. അപ്പോൾ എത്രമാത്രം നമുക്ക് ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പ്രിവാലൻസ് കുറയ്ക്കാൻ പറ്റുമോ, അത്രത്തോളം നമുക്ക് അത് കുറയ്ക്കണം. അടുത്തത് ഹൗ ക്യാൻ മൈക്രോ ഓർഗാനിസം ബി കിൽഡ്? എന്താണ് പൊതുവായിട്ടുള്ള സ്റ്റെറിലൈസേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് ഇത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്? കുറച്ച് പ്രോസസ്സുകളുണ്ട്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള പ്രോസസ്സുകൾ തന്നെയാണ്. ഡിനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്, അതായത് കൊയാഗുലേഷൻ, പ്രോട്ടീൻ ബാക്ടീരിയൽ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആ സെല്ലിൻ്റെ പ്രോട്ടീൻസിന് ഡിനേച്ചർ ചെയ്യും. ഇൻ്റർഫിറൻസ് വിത്ത് പ്രോട്ടീൻ സിന്തസിസ്, interruption of DNA synthesis, oxidative damage of the particular cell, disruption of cell membrane. ഇങ്ങനെ ഈ ഇത്തരം മെക്കാനിസംസ് വഴി നമ്മൾ ആ ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ സെല്ലിനെ നമ്മൾ നശിപ്പിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മെക്കാനിസംസ്. അടുത്തത് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് എഫിക്കസി ഓഫ് ഡിസ്ഇൻഫെക്ഷൻ. എത്രമാത്രം ടൈം അവിടെ കോണ്ടാക്റ്റിന് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡും മെറ്റീരിയൽസ് ടു ബി സ്റ്റെറിലൈസ്ഡ്, ഏത് മെറ്റീരിയലാണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്, അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്ട് ടൈം എത്രമാത്രം അതിനൊരു കോണ്ടാക്റ്റ് വരുന്നുണ്ട് അതിനനുസരിച്ച് സ്റ്റെറിലൈസേഷൻ റേറ്റും ഇൻക്രീസ് ചെയ്യും. അതുപോലെ അവിടുത്തെ എൻവയോൺമെൻറ്റ്, pH, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ മീഡിയ ആണെങ്കിൽ ആ മീഡിയയുടെ pH, അതിൻ്റെ അതർ ഫിസിയോകെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ, അതുപോലെ പ്രസൻസ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽ, എത്രമാത്രം പ്രോട്ടീൻസ്, പ്രോട്ടീൻ കണ്ടൻസ്, ഓർഗാനിക് കണ്ടൻസ് അതിൽ പ്രസൻ്റ് ആയിട്ടുണ്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ, പിന്നെ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ചില മൈക്രോ ഓർഗാനിസത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ നശിപ്പിച്ച് കളയാൻ സാധിക്കും. ചിലതിന് വളരെയധികം ടെമ്പറേച്ചറും അല്ലെങ്കിൽ കെമിക്കൽ അത്രയും സ്ട്രോങ് കെമിക്കൽസും യൂസ് ചെയ്താൽ മാത്രമാണ് അത് നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ആൻഡ് നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഓൾസോ ആൻഡ് മെറ്റീരിയൽ കമ്പോസിഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട് സ്റ്റെറിലൈസേഷൻ. ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾക്ക് 100% സ്റ്റെറിലൈസേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത്. അടുത്തത് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. അപ്പോൾ രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ ആണ്, ഫിസിക്കൽ മെത്തേഡ് ആൻഡ് കെമിക്കൽ മെത്തേഡ്. ഫിസിക്കൽ മെത്തേഡിൽ 4 ടൈപ്സ് വരുന്നുണ്ട്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ ബൈ റേഡിയേഷൻ, ഫിൽട്രേഷൻ ഓർ മെക്കാനിക്കൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. സെക്കൻഡ് കെമിക്കലി നമ്മൾ എങ്ങനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്. അത് ഗ്യാസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അതുപോലെ ഡിസ്ഇൻഫെക്റ്റൻസ് യൂസ് ചെയ്തിട്ടും സ്റ്റെറിലൈസ് ചെയ്യാം. അതും 2 കാറ്റഗറിയാണ്, സബ് കാറ്റഗറീസ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ വാട്ടറിൻ്റെ യാതൊരു വക ഫങ്ഷനും ഇവിടെ വരുന്നില്ല. ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് തീരെ ഇല്ല. അതുപോലെ ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, റാപ്പിഡ് മെത്തേഡാണ്, വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. This can be expressed as thermal death time, which is minimum time required to kill a suspension of microorganism at a temperature and specific conditions. അതായത് നമ്മൾക്ക് എത്രമാത്രം ആ കോണ്ടാക്ട് ടൈം എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ
തെർമൽ ഡെത്ത് ടൈം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഹൈ ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് മാക്സിമം എത്ര ഓർഗാനിസത്തിനെ കൊല്ലാൻ സാധിക്കും, അങ്ങനെയാണ് ഇവിടെ ആ ഒരു റേറ്റ് ഓഫ് ഡീകണ്ടാമിനേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത്. മെക്കാനിസംസ് പ്രോട്ടീൻ ഡീനേച്ചറേഷൻ, അതുപോലെ ഓക്സിഡേറ്റീവ് ഡാമേജ് ഓഫ് ദ സെൽ വാൾ ഓർ ദ സെൽ മെംബ്രെയിൻ, അതർ ടോക്സിക് ഇഫക്ട്സ്, അതൊക്കെയാണ് ഇവിടെ ബാക്ടീരിയനെ കില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെക്കാനിസംസ്. ഇതിൽ വരുന്നത് നമ്മൾ വാട്ടർ തീരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അങ്ങനത്തെ മെത്തേഡുകളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ സൺലൈറ്റ് ഡ്രൈ, നോർമൽ സൺലൈറ്റിൽ വെച്ച് നമ്മൾ പണ്ട് കാലം മുതലേ ചെയ്യാറുള്ളതാണ്. ആളുകളൊക്കെ നമ്മൾ വീട്ടിലെന്തെങ്കിലും ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പുറമെ കൊണ്ട് വെച്ച് വെയിലത്ത് വെച്ച് നമ്മൾ അതുപോലെ തുണി വാഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ക്ലോത്ത്സ് ഒക്കെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞ് വെയിലത്ത് കൊണ്ടുപോയി ഉണക്കും. അതൊക്കെ ഒരു നാച്ചുറൽ മെത്തേഡാണ് സൺലൈറ്റ് ആൻഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ മോയിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്താണ്, മോയിസ്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയസിന് ഗ്രോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ് അവിടെ. അപ്പോൾ സൺലൈറ്റ് ആൻഡ് നോർമൽ ഡ്രൈയിങ് അതൊരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ്. എസ്പെഷ്യലി സൺലൈറ്റിലുള്ള UV റേസ് ആണ് സ്റ്റെറിലൈസേഷന്. നമ്മൾ വീടിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ഡ്രൈ ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് വെയിലത്ത് വെച്ച് നമ്മൾ ഉണക്കുക, കാരണം അതിൽ UV റേസിൻ്റെ പ്രസൻസ് കൂടെ ഉണ്ട്. പിന്നെ നോർമൽ ഹീറ്റ് നമ്മളൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്ത ശേഷം നമ്മളത് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ അത് ചത്തുപോകും. അപ്പോൾ നോർമൽ ഹീറ്റും ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ദെൻ ഫ്ലെയിമിങ്, അത് കുറച്ചും കൂടിയും എന്താ പറയുക, കുറച്ചും കൂടി പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് ഫ്ലെയിമിങ് എന്ന് പറയുന്നത്. അതായത് ഒരു മൈക്രോബിയൽ കൾച്ചർ അല്ലെങ്കിൽ മൈക്രോബിയൽ ലാബിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനോക്കുലേറ്റിംഗ് ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് ഫ്ലെയിമിങ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്ലാസ് സ്ലൈഡ്സ് ആയിക്കോട്ടെ, കൾച്ചറൽ ട്യൂബ്സ്, സ്കാൽപ്പൽസ്, നീഡിൽസ്, ഇതെല്ലാം നമുക്ക് ഫ്ലെയിമിങ് വഴി നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. ഫ്ലെയിമിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇനോക്കുലേറ്റിംഗ് ലൂപ്പിൻ്റെ കേസാണ്. ഇനോക്കുലേറ്റിംഗ് ലൂപ്പിൻ്റെ ആ നിക്രോം വയറിൻ്റെ പോർഷൻ നമ്മൾ ഫ്ലെയിമിൽ കാണിക്കും, എന്നിട്ട് റെഡ് ഹോട്ട് ആവുന്നത് വരെ അത് ഹീറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളത് ആ ഫ്ലെയിമിൽ നിന്ന് മാറ്റി പിടിക്കുമ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അത് കൂളാവും. അപ്പോൾ നിക്രോം എന്ന് പറയുന്ന മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത, അത് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവും എന്ന് പറഞ്ഞാൽ റെഡ് ഹോട്ട് ആവാൻ ഒരുപാട് സമയം. ഇപ്പോൾ അയൺ റോഡൊക്കെ ആണെങ്കിൽ റെഡ് ഹോട്ട് ആവാൻ ഒരുപാട് ടൈം എടുക്കും, പക്ഷേ ഇത് അതുപോലെയല്ല, വിത്തിൻ സെക്കൻഡ്സ് അത് റെഡ് ഹോട്ട് ആവും. അതുപോലെ തന്നെ അത് ഫ്ലെയിമിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ സഡൻ ആയിട്ട് അത് കൂളാവും ചെയ്യും. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയലാണ് അത്. അപ്പോൾ ഫ്ലെയിമിൽ കാണിക്കുക എന്നുള്ളത് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, നെക്സ്റ്റ് ഇൻസിനറേഷൻ ആണ്. നമുക്ക് കാണാൻ സാധിക്കും ധാരാളം ഹോസ്പിറ്റലുകളിലും മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ ഇതുപോലെ ബയോളജിക്കൽ വേസ്റ്റുകൾ വരുന്നത് ബൾക്കായിട്ട് നമ്മൾ അത് ഇൻസിനറേറ്ററിൽ ഇട്ട് കത്തിച്ചു കളയുന്നതാണ്. ആഷസ് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ വലിയൊരു ഇൻസിനറേറ്റർ എന്ന് പറയുന്നൊരു കൺസ്ട്രക്ഷൻ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഉള്ളിലിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ നമ്മളതിനെ കത്തിച്ച് കളയാണ് ചെയ്യുന്നത്, ബയോളജിക്കൽ വേസ്റ്റ്. സോ ഇൻസിനറേഷൻ. അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഹോട്ട് എയർ ഓവൻ. അതായത് അതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. നമ്മൾ ഡ്രൈയിങ് നോർമലി നമ്മുടെ സ്യൂട്ടിക്സിലൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സ് ഡ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രയർ, അതിൻ്റെ കുറച്ച് സ്പെസിഫൈഡ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഡ്രൈ ഹീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്നത് മാക്സിമം 300 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്കിതിന് ഉപയോഗിക്കാം. ഈ ഇൻസ്ട്രുമെൻറ്റിൽ തെർമോസ്റ്റാറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ. മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡാണ്. ഓൾമോസ്റ്റ് എല്ലാ തരം ഐറ്റംസുകളും നമുക്ക് ഹോട്ട് എയർ ഓവനിൽ വെച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് ഹോട്ട് എയർ ഓവനിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ സർക്കുലേഷൻ, ഹോട്ട് എയറിൻ്റെ ഫ്രീ സർക്കുലേഷൻ അവിടെ യാതൊരു തടസ്സങ്ങളുമില്ല. അപ്പം എല്ലാ ഭാഗത്തേക്കും ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും സ്റ്റെറിലൈസ്ഡ് ആയിട്ട് കിട്ടും. ചില മെറ്റീരിയൽസിന് ഇത് സ്യൂട്ടബിൾ അല്ല, ലൈക്ക് സർജിക്കൽ ഡ്രസ്സിങ്സ്, റബ്ബർ, പ്ലാസ്റ്റിക്, പൊളറ്റൽ ആൻഡ് ഹീറ്റ് ലയബിൾ സബ്സ്റ്റൻസസ്. അതുപോലുള്ള മെറ്റീരിയൽസിന് ഹോട്ട് എയർ ഓവൻ സജസ്റ്റ് ചെയ്യുന്നില്ല.
ഇതാണ് ഹോട്ട് എയർ ഓവൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അതിൽ ഓരോ ട്രേസിലും നമുക്ക് ഇനഫ് സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ ഓരോ മെറ്റീരിയൽസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് തന്നെ അവിടെ വെക്കാൻ സാധിക്കും. മറ്റേ ടൈം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാൻ സാധിക്കും. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു തെർമോമീറ്റർ കാണാം, തെർമോസ്റ്റാറ്റ് കാണാം. ആ ടെമ്പറേച്ചർ നമ്മൾ എന്താ പറയുക, അവിടെ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ അതിൽ കൂടാതെ നോക്കാൻ വേണ്ടി ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടാവും. സർക്കുലേറ്റിംഗ് ഫാൻ ഉണ്ട്. ഫാനിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഹോട്ട് എയർ ഓവൻ്റെ ഉള്ളിലുള്ള പ്രൊഡ്യൂസ് ആവുന്ന ഹീറ്റിനെ ഈക്വലായിട്ട് യൂണിഫോം ആയിട്ട് അത് എല്ലാ ഭാഗങ്ങളിലേക്കും സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഹെവി ഇൻസുലേറ്റഡ് ഡോറാണ്. കാരണം ഇത് നമ്മൾ അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് ഹീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടെമ്പറേച്ചർ കഴിഞ്ഞ ശേഷം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് ടച്ച് ചെയ്യണം. അപ്പോൾ അവിടെ ആ ഡോറ് ഇൻസുലേറ്റഡ് ഡോറാണ്. അപ്പോൾ അവിടേക്ക് ഹീറ്റ് വരില്ല. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക്, ഓപ്പറേറ്റർക്ക് യാതൊരു വക പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. അതുപോലെ വയർ ഷെൽസ് ഉണ്ട്, ഹീറ്റിംഗ് എലമെൻറ്റ്സ്, അതായത് കോയിൽസ് എക്സെട്ര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സൈഡ് വാൾസ് ഒക്കെ മെറ്റാലിക് ആണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ട് ഹീറ്റ് സ്പ്രെഡ് ആവും. ഇത് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ്. ഓരോ പാർട്ടുകളും ഇതിൽ നെയിമിങ് ചെയ്തിട്ടുണ്ട്. നോക്കി പഠിക്കാൻ എളുപ്പമാണ്. അടുത്തത് പ്രിക്കോഷൻസ് ആണ്. അതുപോലെ നമ്മൾ ഇതിലേക്ക് വെക്കുമ്പോൾ ഗ്ലാസ് വേസ് ഷുഡ് ബി ഡ്രൈ. ഗ്ലാസ് വേസ് ആണ് വെക്കുന്നതെങ്കിൽ അത് ഡ്രൈ ചെയ്ത്, അതായത് വാഷ് ചെയ്ത് നമ്മളൊന്ന് പാറ്റ് ഡ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് വെക്കാം. അതുപോലെ ഓവർലോഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ വൺസ് നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെച്ച് ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളിത് വെക്കുന്നത്. വൺസ് അത് സ്റ്റെറിലൈസ് ആയതിനു ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോട്ട് എയർ ഓവൻ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റീരിയൽസ് എടുക്കാൻ പാടില്ല. അപ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്, ഗ്ലാസ് വേസ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ അല്പസമയം അത് കൂൾ ഡൗൺ ചെയ്യാൻ വെച്ച് അതിനുശേഷം മാത്രം സാധനങ്ങൾ റിമൂവ് ചെയ്യാം. അതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. അതായത് ഇനഫ് സ്പേസ്, ഓരോ മെറ്റീരിയലിന് ഇടയ്ക്കും സ്പേസ് വിട്ടിട്ട് നമ്മളത് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എയർ സർക്കുലേഷൻ യൂണിഫോം ആയിരിക്കും. അതുപോലെ ഹോട്ട് എയർ ഓവൻ്റെ ഡോർസ് ഓപ്പൺ ചെയ്യുന്നത് ഒരു 2 hours കഴിഞ്ഞിട്ടാണ്. ഇതിൻ്റെ ഫങ്ഷനിങ് കഴിഞ്ഞ്, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 hours കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്ത് മെറ്റീരിയൽസ് റിമൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോർമലി ഒരു സ്പോർട്സിനെ, വെജിറ്റേറ്റീവ് സെൽസിനെയൊക്കെ ഒരുമിച്ച് കില്ല് ചെയ്യാൻ ഒരു 160 degree Celsius ഫോർ 2 hours അത്രയൊക്കെ ആകുമ്പോഴേക്കും സ്പോർസ് അടക്കം ചത്തുപോകുന്നാണ് പറയുന്നത്. നോർമൽ നമുക്ക് റിക്വയർ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 160 degree Celsius 60 minutes, 170 degree Celsius 40 minutes, 180 degree Celsius 20 minutes. അങ്ങനെയാണ് അതിൻ്റെ ടൈം ആൻഡ് ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻസ് വരുന്നത്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വാട്ടർ ഇവിടെ റിക്വയർ ചെയ്യുന്നില്ല. അതുപോലെ വളരെ ഈസി മെത്തേഡാണ്, ഫാസ്റ്റ് മെത്തേഡാണ്. അതുപോലെ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇതുവഴി സ്റ്റെറിലൈസ് ചെയ്യാൻ സാധിക്കും. പ്രഷർ, ഇവിടെ സ്റ്റീം പ്രഷർ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഡേഞ്ചർ കുറവാണ് വെൻ കമ്പയർഡ് ടു ഓട്ടോക്ലേവ്. കാരണം ഓട്ടോക്ലേവിൽ കുറച്ചും കൂടിയും സ്റ്റീമും അതിൻ്റെ പ്രഷറും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുമ്പോഴും ക്ലോസ് ചെയ്യുമ്പോഴും ഓപ്പറേറ്റർക്ക് കുറച്ച് ഡേഞ്ചറസ് ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ബെറ്റർ, ഇറ്റ് ഈസ് സേഫർ ദാൻ ഓട്ടോക്ലേവ്, അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ടൈം, 2 hours ഒക്കെ വരുന്ന അത്രയും ടൈം നമ്മൾ വെക്കേണ്ടി വരുന്നു. അതുപോലെ ഹൈ ടെമ്പറേച്ചർ അങ്ങനെയൊക്കെയാണ്. പിന്നെ ചില മെറ്റീരിയൽസിന് വെക്കാൻ പറ്റില്ല എന്നുള്ള ഒരു എന്താ പറയുക ഡിസഡ്വാൻറ്റേജസ് കൂടെ ഉണ്ട്. ഹീറ്റ് സർവൈവ് ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയകൾ ഹോട്ട് എയർ ഓവനും അതുപോലെ സ്പോർസ്, അതൊക്കെ ഹോട്ട് എയർ ഓവൻ്റെ ടെമ്പറേച്ചറിന് സർവൈവ് ചെയ്ത് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ് ഇതിൽ പറയുന്നത്. അടുത്തത് മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആണ്. മോയ്സ്റ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മോയ്സ്ചറിൻ്റെ ഒരു പ്രസൻസ് വന്നു, അതായത് വാട്ടറിൻ്റെ പ്രസൻസ് വന്നു. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഹോട്ട് വാട്ടർ അല്ലെങ്കിൽ സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. മെക്കാനിസം ഡീനേച്ചുറേഷൻ, കൊയാഗുലേഷൻ അത് തന്നെ. അതുപോലെ ഇതിനൊരു നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോയ്സ്റ്റ് ഹീറ്റിന് തന്നെ ഒരു സബ് ക്ലാസിഫിക്കേഷൻസ്, അതായത് ടെമ്പറേച്ചർ ബിലോ 100, ടെമ്പറേച്ചർ അറ്റ് 100, ടെമ്പറേച്ചർ എബോവ് 100. ഓരോന്നായിട്ട് നോക്കാം.
ടെമ്പറേച്ചർ ബിലോ 100 എന്ന് പറയുമ്പോൾ പാസ്ചറൈസേഷൻ മെത്തേഡ്, അതുപോലെ HTST ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ മെത്തേഡ് അല്ലെങ്കിൽ ഹോൾഡർ മെത്തേഡ് എന്ന് പറയും. പിന്നെ അതിൽ തന്നെ ഇൻസ്പൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. നോർമൽ നമുക്കറിയാം പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ മിൽക്ക്, ഐസ്ക്രീം, യോഗേർട്ട് അതുപോലുള്ള സംഭവങ്ങളെല്ലാം, ഫ്രൂട്ട് ജ്യൂസസ്, ഇതൊക്കെ നമ്മൾ പാസ്ചറൈസേഷൻ വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്ത് പാക്ക് ചെയ്യുന്നത്. ഇതിൽ ടെമ്പറേച്ചർ ബിലോ 100 വരുന്നതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്പെസിഫിക്കേഷൻസ് എല്ലാം 100 താഴെ വരുന്ന ടെമ്പറേച്ചേഴ്സ് ആയിരിക്കും. നോർമൽ പാസ്ചറൈസേഷൻ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ 65 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ് ആണ്. ഈ സ്പെസിഫിക്കേഷൻസ് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ ഇതിൻ്റെ ബാച്ച് മെത്തേഡ് എന്ന് നമ്മൾ പറയും. അതുപോലെ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ മെത്തേഡ് ഉണ്ട്. ഇതിനെ നമ്മൾ ഹോൾഡർ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, നോർമൽ പാസ്ചറൈസേഷൻ മെത്തേഡിനെ ബാച്ച് മെത്തേഡ് എന്നും HTST പാസ്ചറൈസേഷൻ നമ്മൾ ഹോൾഡർ മെത്തേഡ് എന്ന് പറയും. അപ്പോൾ ഹോൾഡർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടി ടൈം നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് 72 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അതായത് ഇതിൽ 65 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്, അതാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന മിനിറ്റ്. അതുപോലെ ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ സഡൻ ആയിട്ട് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യുന്നു, സഡൻ ആയിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നു. വെറും 15 മിനിറ്റ്സ് മാത്രമാണ് നമ്മളതിനെ കീപ്പ് ചെയ്യുന്നത്. എല്ലാ കൈൻഡ് ഓഫ് നോൺ സ്പോറിങ് പാത്തോജൻസ് നമുക്ക് ഇതുവഴി ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. എക്സാമ്പിൾ മൈക്കോബാക്ടീരിയ, ബ്രുസെല്ല, സാൽമണല്ല, റിലേറ്റീവ്ലി ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും, എല്ലാ ബാക്ടീരിയകളും ഇതിനെ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ 100 ഡിഗ്രി ബിലോ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇൻസ്പൈസേഷൻ ആണ്. ഇൻസ്പൈസേഷൻ എന്ന് പറയുമ്പോൾ ഇൻസ്പൈസേറ്റർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് വഴിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ ഒരു മെത്തേഡ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ബോയിലിംഗ് മെത്തേഡാണ്. 10 to 30 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യുന്നു. നോർമലി എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കുന്ന ആ ബോട്ടിൽ, മിൽക്ക് ബോട്ടിൽ വരെ നമ്മൾ അത് ഇൻഫൻസിന് കൊടുക്കുന്ന ബോട്ടിൽ വരെ നമ്മൾ വീടുകളിലൊക്കെ സാധാരണ ബോയിലിംഗ് വഴിയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് വരുന്നൊരു കോമൺ മെത്തേഡാണ് ബോയിലിംഗ്. അതുപോലെ അടുത്ത മെത്തേഡ് ടിൻഡലൈസേഷൻ ആണ്. ടിൻഡലൈസേഷൻ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്സ് ആണ് ടിൻഡലൈസേഷൻ. അതൊരു 3 സക്സസീവ് ഡേയ്സ് ആയിട്ടാണ് നമ്മൾ ഈ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മീഡിയ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞത് എഗ്ഗ്, സെറം, ഷുഗർ കണ്ടെയ്നിങ് മീഡിയ എക്സെട്ര ആണ്. അപ്പോൾ ഒരു മീഡിയ ആണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ നമ്മൾ അതിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ്സ് നമ്മളതിനെ സ്റ്റീമിൽ നമ്മളതിനെ വെക്കുന്നു. അതിനുശേഷം നമ്മളതിനെ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി ഇൻക്യുബേഷനിൽ വെക്കുന്നു. ഇൻക്യുബേഷനിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? എല്ലാ വെജിറ്റേറ്റീവ് സെൽസും നശിച്ചു പോയിട്ടുണ്ടാവും. ഏതെങ്കിലും സ്പോർസ് അവിടെ റിമെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് ന്യൂ സെല്ലാവാനുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കും, ഓവർനൈറ്റ്. നെക്സ്റ്റ് ഡേ നമ്മൾ അഗെയിൻ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്സ് വെക്കുന്നു. അഗെയിൻ നമ്മൾ ഇൻക്യുബേഷനിൽ വെക്കുന്നു ആഫ്റ്റർ 20 മിനിറ്റ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോഴും തലേന്ന് ജെർമിനേറ്റ് ചെയ്ത എല്ലാ വെജിറ്റേറ്റീവ് സെൽസും കില്ലാവുന്നു. റിമൈനിങ് സ്പോർസ് ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെക്കുന്നതോടെ അത് ജെർമിനേറ്റ് ചെയ്ത് പുതിയ വെജിറ്റേറ്റീവ് സെൽസ് വരുന്നു. ലാസ്റ്റ് ഡേ, അതായത് 3rd ഡേ നമ്മൾ പിന്നെയും സ്റ്റീമിൽ 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 20 മിനിറ്റ്സ് വെക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്പോറുകളും ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും ന്യൂ സെൽസ് ആയിട്ട്, അതെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതൊരു നല്ല മെത്തേഡാണ് ടിൻഡലൈസേഷൻ എന്ന് പറയുന്നത്. സ്റ്റീം സ്റ്റെറിലൈസർ, അതിൽ സ്റ്റീമിംഗ് ദ മെറ്റീരിയൽ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 90 മിനിറ്റ്സ്, അതും നല്ലൊരു മെത്തേഡാണ്. ഇനി ടെമ്പറേച്ചർ അബോവ് 100 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഒരു മെത്തേഡാണ് പറയുന്നത്, ബൈ യൂസിങ് ഓട്ടോക്ലേവ്. ഏറ്റവും അധികം എന്താ പറയുക, ബാക്ടീരിയാസിന് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിന്, ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് സ്പോർസിനെ വരെ കില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഓട്ടോക്ലേവിങ് എന്ന് പറയുന്നത്. ഇതിൻ്റെ
ടെമ്പറേച്ചർ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ 120 ഡിഗ്രി സെൽഷ്യസ്, 132 ഡിഗ്രി സെൽഷ്യസ്, 135 ഡിഗ്രി സെൽഷ്യസ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ കോമൺ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് 121 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ഏകദേശം 30 മിനിറ്റ്സ് ആണ് നമ്മൾ ഓട്ടോക്ലേവ് ചെയ്യുന്നത് അണ്ടർ സാച്ചുറേറ്റഡ് സ്റ്റീം. ഇവിടെ പ്രഷറിന് വേണ്ടിയും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. 15 LB അല്ലെങ്കിൽ 15 പാസ്കൽ ആണ് ഇവിടെ നമ്മൾ പ്രഷറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്: ടെമ്പറേച്ചറും, ടൈമും, പ്രഷറും. അതുപോലെ ഇൻക്രീസ്ഡ് സൈക്കിൾ ടൈം മേ ബി നെസസറി ഡിപ്പെൻഡിങ് അപ്പോൺ ദ മേക്കപ്പ് ആൻഡ് ദ വോളിയം ഓഫ് ദ ലോഡ്. എത്രത്തോളം നമ്മൾ അതിൽ ഓട്ടോക്ലേവിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് ലോഡ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ആ സൈക്കിൾ ടൈം നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ടതായിട്ട് വരും. 2 ടൈപ്പ് ഓട്ടോക്ലേവ്സ് ആണുള്ളത്: വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഓട്ടോക്ലേവ്. കോമൺലി ഉപയോഗിക്കുന്നത് വെർട്ടിക്കലാണ്. അടുത്തത് പ്രിൻസിപ്പിളാണ്. പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട്, നമ്മൾ സ്റ്റീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹൈ പ്രഷറിലാണ് നമ്മൾ ഈ സ്റ്റീമിന് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓട്ടോക്ലേവിൽ നമ്മൾ ആദ്യം വാട്ടർ ഫില്ല് ചെയ്യുന്നു, അതിന് നമ്മൾ ബോയിൽ ചെയ്യുന്നു. ഓക്കെ, ബോയിൽ ചെയ്യുമ്പോൾ ഒരു 100 ഡിഗ്രി സെൽഷ്യസിലാവുമ്പോൾ അത് ബോയിൽ ആവും, അതിൽ നിന്ന് സ്റ്റീംസ് പ്രൊഡ്യൂസ് ആവാൻ തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ ഇതൊരു ക്ലോസ്ഡ് അപ്പാരറ്റസ് ആണ്. ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് ഒരു ലിഡൊക്കെ വെച്ച് കവർ ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ക്ലോസ്ഡ് അപ്പാരറ്റസ് ആണ്. അപ്പോൾ അതിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ബോയിലിംഗ് പോയിന്റ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആകുമ്പോഴാണ് അത് നമ്മൾ ബോയിൽ ആവുന്നത്. പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ആ ലിഡ് ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഓട്ടോക്ലേവിൻ്റെ ഉള്ളിലെ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ ബോയിലിംഗ് പോയിന്റും ഇൻക്രീസ് ആവാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ എബവ് 100 ഡിഗ്രി സെൽഷ്യസിലേക്ക് ആ ടെമ്പറേച്ചർ കൺവേർട്ട് ആവും. അങ്ങനെ ധാരാളം സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റീം പെർഫറേറ്റഡ് ട്രേയുടെ ഹോൾസിൻ്റെ ഉള്ളിലൂടെ മെറ്റീരിയൽസിലേക്ക് വരും. മെറ്റീരിയൽസ് നമ്മൾ ആദ്യം വെക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ്? കൂൾഡ് സ്റ്റേജിലാണ് ഇരിക്കുന്നത് അല്ലേ, വളരെ കൂളായിട്ടുള്ള സ്റ്റേജിലാണ് ഇരിക്കുന്നത്, തീരെ ടെമ്പറേച്ചർ ഉണ്ടാവില്ല. അപ്പോൾ ഈ മെറ്റീരിയൽസിലേക്ക് ഈ സ്റ്റീം വരുന്നു, അത് കൂളായിട്ടുള്ള ഒരു സർഫസിൽ വന്ന് ഇരിക്കുന്നു, അതായത് മെറ്റീരിയലിൽ വന്നിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? അവിടെ ഇരുന്ന് കണ്ടൻസ് ആവും, കണ്ടൻസേഷൻ നടക്കും. കണ്ടൻസേഷൻ നടക്കുമ്പോൾ ഈ സ്റ്റീം വന്ന് അതിൻ്റെ മുകളിലേക്ക് ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്ത് ഇരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ലേറ്റൻറ്റ് ഹീറ്റാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ലേറ്റൻറ്റ് ഹീറ്റ് ആ ടോട്ടലായിട്ട് വരുന്ന ആ ഒരു ഹീറ്റ് അവിടെ വന്ന് കണ്ടൻസ് ചെയ്യുമ്പോൾ അത്രയും ടെമ്പറേച്ചർ ആ മെറ്റീരിയലിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, എഗെയിൻ എന്താണ് വരുന്നത്? സ്റ്റീം വരുന്നു, ഇതിലേക്ക് മെറ്റീരിയലിൻ്റെ സർഫസിൽ വരുന്നു, കണ്ടൻസേഷൻ വരുന്നു, ലേറ്റൻറ്റ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ ഗ്രാജുവലി വന്ന് ഫുൾ അത് സെറ്റ് ആകുമ്പോൾ, ഇനി സ്റ്റീമിന് അവിടെ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ, കംപ്ലീറ്റ് കണ്ടൻസേഷനും കഴിഞ്ഞ് സ്റ്റീമിന് അവിടെ സ്പേസ് ഇല്ലാതെ വരുമ്പോഴാണ് അവിടുത്തെ നമ്മൾ പറയുന്ന സ്പെസിഫിക്കേഷൻ അവർ അറ്റൈൻ ചെയ്യുന്നത്. അതായത് 121 ഡിഗ്രി സെൽഷ്യസ്, 15 LB പ്രഷർ, അതുപോലെ 30 മിനിറ്റ്സ്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയാണ് നമ്മൾ നമ്മുടെ ടൈമിംഗ് കൗണ്ട് ചെയ്യേണ്ടത്. 30 മിനിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി 13 മിനിറ്റ്സ് നമ്മൾ വെക്കുമ്പോൾ കംപ്ലീറ്റ് 100% ഡീകണ്ടാമിനേഷൻ അല്ലെങ്കിൽ 100% സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇൻക്ലൂഡിങ് സ്പോർസ് വരെ നമുക്ക് ഇതിന് വഴി കില്ല് ചെയ്യാൻ സാധിക്കും. പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പെർഫറേറ്റഡ് ട്രേ നമ്മൾ ഓട്ടോക്ലേവിൽ നിന്ന് റിമൂവ് ചെയ്യുക, വാട്ടർ ഫില്ല് ചെയ്യുക, പെർഫറേറ്റഡ് ട്രേ വെക്കുക, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ മെറ്റീരിയൽസ് വെക്കുക. മെറ്റീരിയൽസ് വെക്കുമ്പോൾ എല്ലാം നല്ലപോലെ കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. അതിനുശേഷം ലിഡ് വെച്ച് ക്ലോസ് ചെയ്യുക, ഡിസ്ചാർജ് വാൽവ് മാത്രം ഓപ്പൺ ചെയ്തിടുക. എന്നിട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ വാട്ടർ ബോയിൽ ആവാൻ തുടങ്ങും. ഹീറ്റ് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എയർ മുഴുവൻ പുറമേക്ക് പോകും, എസ്കേപ്പായി പോവും. അത് എസ്കേപ്പായി പോകുന്ന എയർ ബബിൾസിൻ്റെ ഫോമിലാണ്. ആ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോയതിനു ശേഷം ഡിസ്ചാർജ് വാൽവ് നമ്മളത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലത്തെ പ്രഷറും ടെമ്പറേച്ചറും നമ്മൾ സ്പെസിഫൈഡ് ആവുന്നത് വരെ നമ്മളത് ഹോൾഡിംഗ് ടൈം എന്നാണെന്ന് പറയുക. അത് അത്രയും ടൈം നമ്മളത് വെക്കുക. അതിനുശേഷം നമ്മൾ കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. ആ കൗണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 15 മിനിറ്റ്സ് ഹോൾഡിംഗ് ടൈം വരെ നമ്മളത് കൗണ്ട് ചെയ്യാം. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് നമ്മളത് ഓഫ് ചെയ്ത് അതിനെ കൂൾ ഡൗൺ ചെയ്യാൻ വയ്ക്കുക. അതിനുശേഷം ലിഡ് തുറന്ന് മെറ്റീരിയൽസ് എല്ലാം റിമൂവ് ചെയ്യാം.
യൂസസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിനേക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. വെജിറ്റേറ്റീവ് സെൽസ് ആസ് വെൽ ആസ് സ്പോർസ് നമുക്ക് ഇതുവഴി ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ യൂസ്ഫുൾ ഫോർ മെറ്റീരിയൽസ് വിച്ച് കനോട്ട് വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ. അതായത് ഇവിടെ 300 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് നമ്മൾ ഒരു ഹോട്ട് എയർ ഓവനിലൊക്കെ നമ്മൾ വെക്കുന്നത്. ചില മെറ്റീരിയൽസിന് അത്രയൊന്നും ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മാക്സിമം 121 ഡിഗ്രി സെൽഷ്യസും കൂടിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പ്രഷറും കൂടി വരുന്നത് കൊണ്ട്, അതുപോലെ മോയിസ്റ്റ് സ്റ്റീമാണ് നമ്മളിവിടെ യൂസ്. അപ്പോൾ അതിന് പിനിട്രേഷൻ പവർ നോർമൽ ഹീറ്റിനേക്കാളും പിനിട്രേഷൻ പവർ കൂടുതലാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്റ്റെറിലൈസേഷൻ നടക്കും. അതുകൊണ്ട് അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടാണ് ഇവിടെ പറയുന്നത്. ഇതാണ് ഓട്ടോക്ലേവിൻ്റെ രണ്ട് സ്ട്രക്ചർ, വെർട്ടിക്കൽ ഓട്ടോക്ലേവും ഹൊറിസോണ്ടൽ ഓട്ടോക്ലേവും. ഇത് അതിൻ്റെ പ്രിൻസിപ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീം വരുന്നു, കൂളായിട്ടിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ സർഫസിൽ ആ സ്റ്റീം വന്ന് കണ്ടൻസേഷൻ നടക്കുന്നു, ലേറ്റൻറ്റ് ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എഗെയിൻ ആ സ്റ്റീം വരുന്നു, കണ്ടൻസേഷൻ, ലേറ്റൻറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. ആ ഒരു പ്രോസസ്സ് അൺടിൽ നമ്മളുടെ മെറ്റീരിയൽ വന്ന് അത്രയും ആ സ്റ്റീമിൻ്റെ അതേ ടെമ്പറേച്ചർ അക്വയർ ചെയ്യുന്നവരെ ആ ഒരു ട്രാൻസ്ഫറിങ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ വരുന്നത്.